കോഴിക്കോട് മാവൂരിൽ കിണറ്റിൽ വീണ തൊഴിലാളിക്ക് പരിക്ക്. കണ്ണിപറമ്പ് സ്വദേശി അബ്ദുൽ കരീമിനാണ് പരിക്കേറ്റത്. നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ് തിരിച്ചു കയറവെ കാൽ വഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് അഭിജിത്ത്? ടി കെ അബ്ദുൽ കരീം ഒരു കിണർ നിർമ്മാണ തൊഴിലാളിയാണ്. മാവൂരിലുള്ള അബ്ദുൽ സലീം എന്നയാളുടെ കിണർ നിർമ്മാണ തൊഴിലിനിടെയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. കിണറിന്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ് മുകളിലേക്ക് കയറുകയായിരുന്ന അബ്ദുൽ കരീം കാൽ വഴുതി താഴേക്ക് പതിക്കുകയായിരുന്നു. ഏതാണ്ട് 18 കോൽ താഴ്ചയുള്ള കിണറിലേക്കാണ് അബ്ദുൽ കരീം പതിച്ചത്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഈ പ്രദേശവാസികളൊക്കെ ചേർന്ന് അബ്ദുൽ കരീമിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. അങ്ങനെയാണ് മുക്കം ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് അബ്ദുൽ കരീമിനെ പുറത്തെത്തിച്ചത്. അബ്ദുൽ കരീം ബോധരഹിതനായിരുന്നു. നിലവിൽ അബ്ദുൽ കരീമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ടി കെ ശരി, അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ CITU നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഈ മാസം 23-ന് ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തും. ചർച്ചയിൽ തീരുമാനമായില്ല എങ്കിൽ മറ്റ് സമരപരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. അഖിൽ, എന്താണ് CITU നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എന്തുകൊണ്ട്? നേതൃത്വം പറയുന്നത് എന്താണ്? അഖിൽ ഷാ. റിജിത്ത്, ഇന്നലെ ഈ ഗതാഗത കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ ചില തീരുമാനങ്ങളിൽ ഇന്നലെ തന്നെ എത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും നിലവിലുള്ള സർക്കുലറിൽ ചില ഇളവുകൾ വരുത്താമെന്നായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ചില ഇളവുകൾ അനുവദിച്ചുകൊണ്ട് പുതിയ സർക്കുലർ പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഇവരുടെ ചില ആവശ്യങ്ങൾക്ക് ചില ഇളവുകൾ അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇളവുകൾ അനുവദിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സമരം താൽക്കാലികമായി അവർ അവസാനിപ്പിക്കുന്നുള്ള കാര്യമാണ് CITU ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. വരുന്ന 23-ാം തീയതി CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി എളമരം കരീമും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തും. ഇവരുടെ ആവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കണം എന്ന് തന്നെയാണ്. അക്കാര്യത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടാവുക. ഈ ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനമോ മന്ത്രിയുടെയോ വകുപ്പിന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തി പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് CITU ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പഞ്ചാബിൽ പ്രതിഷേധത്തിനിടെ കർഷകൻ മരിച്ചു. BKU പ്രവർത്തകനായ ഹർവീന്ദർ സിംഗ് ആണ് മരിച്ചത്. പാട്യാലയിൽ BJP സ്ഥാനാർത്ഥിക്ക് നേരെ നടന്ന പ്രതിഷേധത്തിനിടെയാണ് സംഭവം. പ്രതിഷേധത്തിനിടെ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് മരണം സംഭവിച്ചത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിശദാംശങ്ങൾ എന്താണ്? നിതിൻ. കർഷക സമരത്തിന്റെ ഭാഗമായി തന്നെ പഞ്ചാബിലെ വിവിധ BJP നേതാക്കൾക്ക് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇന്ന് പട്യാലയിലെ BJP സ്ഥാനാർത്ഥിയെ പ്രണീത് കൗറിനെതിരെയായിരുന്നു കർഷകരുടെ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു കർഷകൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസുമായി ഉണ്ടായ സംഘർഷത്തിലാണ് കർഷകൻ ഇപ്പോൾ മരിച്ചത്. പട്യാലയിലെ രാജ്പുര മേഖലയിലായിരുന്നു ഇത്തരത്തിൽ പ്രണീത് കൗറിനെതിരെ പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധത്തിനിടെ പോലീസ് കർഷകനെ തള്ളുകയായിരുന്നു. ഇതിനെ തുടർന്ന് കർഷകൻ തലയിടിച്ച് വീഴുന്നതിനെ തുടർന്നാണ് മരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോൾ കിസാൻ മസ്ദൂർ സംഘർഷ സമിതി അധ്യക്ഷനായ സർവാൻ സിംഗ് പന്തേർ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ കർഷകരുടെ തുടർ പ്രതിഷേധങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ തുടരുന്നുണ്ട്. മാത്രമല്ല BJP നേതാക്കൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലടക്കം ഇപ്പോൾ ഉയരുന്നത്. കൂടാതെ ശംഭു, ഖനൌരി അടക്കമുള്ള വിവിധ അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധവും തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കർഷകൻ പ്രതിഷേധത്തിനിടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. മലപ്പുറം വളാഞ്ചേരിയിൽ വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെ സമീർ? റിജിത്ത്, ഇന്ന് ഉച്ചക്കാണ് ദേശീയപാത 66 വളാഞ്ചേരി പാലച്ചുവട് വെച്ച് ഒരു അപകടം ഉണ്ടാകുന്നത്. കാറും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഈ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇരുചക്ര വാഹനം അവിടെ സൈഡാക്കിയിട്ടിരുന്ന കാർ തിരിക്കുന്നതിനിടെ കാറിൽ വന്നിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ ബൈക്ക് യാത്രികരൻ നിസ്സാര പരിക്കേറ്റു. ഇദ്ദേഹത്തെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റിജിത്ത്. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. താനൂർ താമരജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. 1 മുതൽ 4 വരെ പ്രതികളായ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഇന്ന് പുലർച്ചെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. കേസിൽ 24ന്റെ ഇടപെടലിനെ അഭിനന്ദിച്ച് താമരജിഫ്രിയുടെ കുടുംബം രംഗത്തെത്തി.
താമിർ ജിഫ്രിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും താമിറിനൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുക്കപ്പെട്ടയാളുടെ പ്രതികരണവും 24 ആണ് പുറത്തുവിട്ടത്. ഇപ്പോൾ നിങ്ങളുടെ ന്യൂസ് ചാനലിലേക്ക് വന്ന റിപ്പോർട്ടിൽ ഇപ്പോൾ പല റിപ്പോർട്ടുകളായാലും പെട്ടെന്ന് കാര്യങ്ങൾ പുറലോകം അറിയാനും നാട്ടുകാർക്ക് അറിയാനും ഒക്കെ സാധിച്ചുകൊണ്ട് ഇത് വളരെയധികം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തി. അല്ലാതെ ഇതൊരു പോലീസും കള്ളനും തമ്മിലൊരു കേസായിട്ട് മാത്രം മാറേണ്ട ഒരു കാര്യങ്ങളായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മളറിയില്ല. അവരൊരു കഥകളെ മാത്രമേ നമ്മളറിയുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് നിങ്ങളെ ഇടപെടലായാലും CCTV ആയാലും പുറത്ത് 12 പേരിൽ ഒരാളെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടും അവരെ വീഡിയോ കാണിച്ചും അങ്ങനെയൊക്കെ പുറത്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചത് കൊണ്ടാണ് ഇത് കൂടുതൽ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വൈകാതെ തന്നെ ഇപ്പോഴെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അത് നിങ്ങളൊക്കെ കാര്യത്തിൽ സ്വാഗതാർഹം ചെയ്യുന്നു, കാര്യം അഭിനന്ദിക്കുന്നു. വിനീത VG ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിനീത, വൈകിയെങ്കിലും CBIയുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നതിനെ സ്വാഗതം ചെയ്യുന്നു താമിർ ജിഫ്രിയുടെ കുടുംബം. എന്താണ് കുടുംബം വിശദീകരിക്കുന്നത് വിനീത? റിജിത്ത്, ഈ കേസിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരായ ഈ 4 പ്രതികളെയും ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവരെ 4 പേരെയും ഈ കാക്കനാട് ജയിലിലേക്ക് മാറ്റും. അതിനു മുൻപ് അവരുടെ മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇവരെ ഇപ്പോൾ കാക്കനാട് ജയിലിലേക്ക് മാറ്റാനായി ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെ പിന്നീട് ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റു നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയോ ചെയ്യും. ഈ താമിർ ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്ന് രാവിലെയോടുകൂടിയാണ് CBI സംഘം അറസ്റ്റ് ചെയ്യുന്നത്. 1-ാം പ്രതി സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി CPO അഭിമന്യു, 4-ാം പ്രതി CPO വിപിൻ എന്നിവരാണ് ഇന്ന് രാവിലെ അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെ പ്രതികളുടെ വീട്ടിലെത്തിയാണ് CBI സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കൂടി ഇവരെ കൊച്ചിയിലെ എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. 2021 ഓഗസ്റ്റ് 1-നാണ് മയക്കുമരുന്ന് കേസിൽ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത തിരൂരങ്ങാടി സ്വദേശി താമിർ ജിഫ്രി പോലീസ് സ്റ്റേഷനിൽ മരിച്ചത്. കസ്റ്റഡിയിലെടുത്ത താമിർ പുലർച്ചെയോടെ തളർന്നു വീഴുകയായിരുന്നു. ശ്വാസകോശത്തിലുണ്ടായ അമിത രക്തസ്രാവവും ഒപ്പം തന്നെ ശരീരത്തിലുണ്ടായ മുറിവുകളുമാണ് ഈ മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കേസ് CBI ഏറ്റെടുക്കുകയും ഇപ്പോൾ ഇതാ പ്രതികളുടെ അറസ്റ്റിലെ കാര്യങ്ങൾ എത്തിയിരിക്കുകയും ചെയ്യുന്നത്. ശരി, വിനീത VG വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. ഡൽഹി മുൻ PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി BJPയിലേക്ക്. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിശദാംശങ്ങൾ. ശ്രീജിത്ത്, ഡൽഹിയിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ഇപ്പോൾ 5 ദിവസം പിന്നിട്ടപ്പോൾ അരവിന്ദർ സിംഗ് ലവ്ലി ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുമായുള്ള കോൺഗ്രസ് സഖ്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് അരവിന്ദർ സിംഗ് ലവ്ലി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. 4 മുൻ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ സാന്നിധ്യത്തിലാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. അടുത്തിടെ പാർട്ടി വിട്ട മുൻ കോൺഗ്രസ് MLA-മാരായ രാജ്കുമാർ ചൗഹാൻ, നീരജ് ബസോയ, നസീബ് സിംഗ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായ അമിത് മാലിക് എന്നിവരുമാണ് ഇപ്പോൾ BJPയുടെ പാളയത്തിലെത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. പ്രധാനമായും ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം, ഈ 2 വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അധ്യക്ഷൻ തന്നെ രാജിവെച്ചത്. അധ്യക്ഷൻ രാജിവെക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് താൻ പാർട്ടിയിൽ തന്നെ തുടരുമെന്നാണ്. അതേസമയം BJPയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥികളുടെ സാധ്യതയാണ് ഇപ്പോൾ ഏറിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ജീവനക്കാർക്ക് നിർദ്ദേശം. രാജ്ഭവനിലെ 4 ജീവനക്കാർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയത്. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, ബംഗാളിൽ സർക്കാരും ഗവർണറും തമ്മിൽ പുതിയ പോരിന് വഴിവെച്ചിരിക്കുകയാണ് ഈ കേസ്. അതിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നിതിൻ അംബുജൻ? റിജിത്ത്, ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഇന്നിപ്പോൾ രാജ്ഭവനിലെത്തി ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് 4 ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനകം ചോദ്യം ചെയ്യൽ ഹാജരാകാനാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ രാജ്ഭവനിലെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പുതിയ സർക്കാരും ഗവർണറും തമ്മിൽ പോരിന് വഴിവെക്കുന്ന സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി തന്നെ ബംഗാളിൽ അരങ്ങേറുന്നത്. മാത്രമല്ല, ഈ ഒരു പരാതി അത് തന്നെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത്.
നടക്കുന്നത്. അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നാണ് ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജി ശക്തമായ ഭാഷയിലാണ് കടന്നാക്രമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഗവർണർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അന്വേഷണം വേഗത്തിൽ തന്നെ പൂർത്തീകരിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. 8 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ വന്യജീവി ആക്രമണം. ബൈക്കിൽ സഞ്ചരിച്ച പിതാവിനെയും മകനെയും മ്ലാവ് ആക്രമിച്ചു. വടശ്ശേരിക്കര സ്വദേശി ബെന്നി, മകൻ ബിച്ചു ബെന്നി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്താണ് സംഭവം? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ എങ്ങനെ ശ്രീജിത്ത്? ടിഗർ, ഇത് അല്പം ഗുരുതരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം തലയ്ക്കാണ് ഈ ബെന്നിക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു മകനെയും കൂട്ടി ബൈക്കിൽ ഇരുവരും പോയിരുന്നത്. ആ സമയമായിരുന്നു ഒരു മ്ലാവ് ഈ ബൈക്കിന് കുറുകേക്ക് ഓടി വരികയായിരുന്നു എന്നാണ് പറയുന്നത്. ഉടൻ ഇരുവരും തെറിച്ചു വീണു. അതിനുശേഷം മ്ലാവ് തൊട്ടപ്പുറത്ത് ഓടി തന്നെ ഓടിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അപ്പോൾ തന്നെ നാട്ടുകാർ, ഇത് കണ്ട നാട്ടുകാരായിരുന്നു ഓടിക്കൂടിയത്. ആ നാട്ടുകാർ ഓടിക്കൂടി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്ക് ബെന്നിക്ക് കാര്യമായ രീതിയിൽ പൊട്ടലുണ്ട് എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ മകനും കാര്യമായ രീതിയിൽ പരിക്കുണ്ട്. വാരിയെല്ലിനടക്കം ബെന്നിക്ക് പരിക്കുണ്ട്. ഇരുവരും ഇപ്പോൾ തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. നിരവധി തവണ നാട്ടുകാർ വനം വകുപ്പ് അധികൃതരോട് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. വന്യജീവികളുടെ ഒരു സ്വതന്ത്ര വിഹാര മേഖലയായി ഈ പ്രദേശം മാറിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ നാട്ടുകാർ പറയുന്നത്. വനപ്രദേശത്തോട് ചേർന്ന മേഖല തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ വനത്തിൽ നിന്ന് കാട്ടാനകളും മാവുകളും അടക്കം ഇങ്ങനെ ഇറങ്ങി വരാൻ പ്രധാനപ്പെട്ട കാരണം ആ പ്രദേശങ്ങളിൽ വെള്ളമില്ല എന്നുള്ളതാണ്. ആ മേഖലയിൽ വെള്ളം എത്തിക്കാൻ കിടങ്ങുകളടക്കം പണ്ട് കുഴിച്ച് ഇത്തരത്തിൽ മ്ലാവുകൾക്കും വന്യജീവികൾക്കും വെള്ളം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അവിടെ തന്നെ വെള്ളം സജ്ജീകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല എന്ന് പറയുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ അപര്യാപ്തതയാണ് വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ കൂടുതലായി നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇരുവരുടെയും ആരോഗ്യനിലയിൽ ജീവന് കുഴപ്പമില്ലെങ്കിലും ഗുരുതരമായ പരിക്കുകളാണ് ഏറ്റിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾ കഴിയും ഒരുപക്ഷെ ആശുപത്രി വിടാൻ. റീജിത്ത്. ശരി, ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയം പാലാ കടനാട്ടിൽ പുലിയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാർ. തുമ്പമലയിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെന്ന പരാതിയെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം മുട്ടം ഭാഗത്ത് പുലിയുടെ CCTV ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം. അത് കഴിഞ്ഞ് വെച്ചാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു. ഒരു 2 അടി പൊക്കം, നല്ല വാലിന് നീളമായിട്ട് ഒരു പുലിയെ 100% പുലിയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതേസമയം കടനാട്ടിൽ കണ്ടത് പുലിയല്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, എന്താണ് നാട്ടുകാരിതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അവർ വലിയ ആശങ്കയിലാണ്. വനംവകുപ്പിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ് അശ്വിൻ? ശ്രീജിത്ത്, ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് പാലാ കടനാട് പഞ്ചായത്തിലെ തുമ്പമലയിൽ മൊബൈൽ ടവറിന് സമീപമുള്ള പാറയിൽ പുലി എന്ന് സംശയിക്കുന്ന ഒരു രൂപം കണ്ടതായി നാട്ടുകാർ പറയുന്നത്. അവരത് പിന്നീട് പഞ്ചായത്തിനെയും തുടർന്ന് വനംവകുപ്പിനെയും എല്ലാം ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ മുതൽ വനംവകുപ്പിന്റെ പരിശോധന ഈ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ പരിശോധനയിൽ പുലി എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. സാധാരണയായി ഒരു പ്രദേശത്ത് പുലി ഇറങ്ങിയാൽ ഒന്നെങ്കിൽ കാൽപ്പാടുകൾ കാണും, അല്ലെങ്കിൽ അവിടുത്തെ ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ പിടിക്കുന്ന, അതിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് രണ്ടും ആ പ്രദേശത്ത് എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുലിയുടെ ഒരു സാന്നിധ്യം അവിടെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വനംവകുപ്പ് നാട്ടുകാരെ അടക്കം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. സ്ഥലത്ത് 48 മണിക്കൂർ നിരീക്ഷണമാണ് വനംവകുപ്പ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നും നാളെയുമായി ആ നിരീക്ഷണം ഉണ്ടാകും. നിലവിൽ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വനംവകുപ്പ് നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. രാജ്യത്ത് ഉള്ളിക്കയറ്റുമതി നിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. കയറ്റുമതി വില ടണ്ണിന് $550 നിശ്ചയിച്ചു. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിശദാംശങ്ങൾ എന്താണ് അച്യുതൻ? റീജിത്ത്, ഈ മതിയായ ലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞ വർഷം ഡിസംബർ 8-നാണ് സർക്കാർ ഈ ഉള്ളിയുടെ കയറ്റുമതി നിരോധിച്ചത്. അതിനുശേഷം ഇടയ്ക്ക് ആ നിരോധനം ഭാഗികമായി പിൻവലിച്ചിരുന്നു. ഈ അയൽ രാജ്യങ്ങൾക്കായിട്ടുള്ള UAE-ക്കും ബംഗ്ലാദേശിനും ഈ കയറ്റുമതി ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ നിരോധനം പൂർണ്ണമായും പിൻവലിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഉള്ളിയുടെ ഏറ്റവും കുറഞ്ഞ കയറ്റുമതി വില ടണ്ണിന് $580 നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ വിജ്ഞാപനം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മഹാരാഷ്ട്രയിലെ
ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ നിന്നുള്ള കർഷകർ നേരത്തെ തന്നെ ഈ ഒരു ആവശ്യം കേന്ദ്രത്തിന് മേൽ അറിയിച്ചിരുന്നു. അതായത് ഈ നിരോധനം പിൻവലിക്കണം, കയറ്റുമതി ഏർപ്പെടുത്തണമെന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടും മതിയായ ലഭ്യത രാജ്യത്ത് ഉറപ്പാക്കിക്കൊണ്ടുമാണ് ഇപ്പോൾ ഈ കയറ്റുമതി നിരോധനം പിൻവലിച്ചിരിക്കുന്നത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലപ്പുഴ ഹരിപ്പാട് അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി മരിച്ച യുവതിയുടെ ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അരളിപ്പൂവിന്റെ വിഷമാണോ എന്നറിയാൻ രാസപരിശോധന നടത്തും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രൻ മരിച്ചത്. ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് അരളിപ്പൂ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ തീരുമാനമെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വിഷയം ദേവസ്വം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഒരു യുവതിയുടെ മരണകാരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഒരാളുടെ ജീവൻ അപഹരിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമായി ദേവസ്വം ബോർഡ് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ നമുക്കൊരു നിർദ്ദേശം ഇതുവരെ ആധികാരികമായി നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തീർച്ചയായും ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ ഗൗരവമായി തീരുമാനമെടുക്കും. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ അരളിപ്പൂവ് തന്നെയാണോ വില്ലൻ എന്നറിയാൻ ഇനിയും കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്ന് തോന്നുന്നു. അത് ഇനി എങ്ങനെയായിരിക്കും നടക്കുക? അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇങ്ങനെയൊരു ആശങ്ക രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, അല്ലെങ്കിൽ അതൊരു ചർച്ചയായി വരണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും ഹരികൃഷ്ണൻ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അരളിപ്പൂ കഴിച്ചതിന് പിന്നാലെ ഹരിപ്പാട് സ്വദേശിയായ യുവതി മരണപ്പെട്ടത്. അത് ഈ അരളിപ്പൂവാണോ ഇതിന് വിഷാംശം മൂലത്തിലാണ് യുവതി മരിക്കുന്നത്. അരളിപ്പൂവാണോ ഇതിന് കാരണമെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന കൂടി വരേണ്ടതുണ്ട്. ആ തരത്തിൽ അരളിപ്പൂ ഈ ക്ഷേത്ര പൂജയ്ക്ക് കാര്യമായി ഉപയോഗിക്കുന്ന ശരി ഹരികൃഷ്ണൻ, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടാണ്. പിന്നീട് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുകയാണ്.